പരിഹാരം ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല. കാട്ടിന്റെ ഉള്ളിൽ പരമാവധി വെള്ളം നിർത്തുക, അവിടെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇതിനെ അങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇവിടെ കിട്ടുന്നതിനേക്കാൾ നല്ല ഫുഡും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കാട്ടിനകത്തോട്ടങ്ങ് മാറ്റിയാൽ മതി. മനസ്സിലാക്കണം, ഇത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന ഇന്ത്യയിലൊരു നിയമമാണ്. അത് കൊണ്ടുവരുന്ന കാരണമുണ്ട്. ഈ നമ്മളിപ്പോ പറയുന്ന മൃഗങ്ങൾ കൂടിപ്പോയി. ഒരുപക്ഷെ അന്ന് ആ നിയമം ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ കാട്ടിലൊന്നും ഈ പറയുന്ന ഒരു സാധനവും കാണില്ല. ഈച്ചമൂച്ചം കാണൂല കാട്ടിനകത്ത്. കാരണം വനം കൊള്ളം നിന്നതും മൃഗങ്ങളെ കൊല്ലുന്നത് അവസാനിച്ചതും ഒക്കെ അതൊക്കെ ജീവിക്കണ്ടേ. ഇത് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു നിയമമാണ്. പിന്നീട് കാലാകാലമായ പരിഷ്കാരം വന്നപ്പോൾ ജയറാം രമേശൊക്കെ വന്നപ്പോഴത്തേക്കും അതൊക്കെ മൂത്തു. കാരണം പരിസ്ഥിതി പ്രേമം കൊണ്ട് മൂത്തിട്ട് ഈ പറഞ്ഞ കുരങ്ങനെയും തത്തയെല്ലാം പിടിച്ച് മറ്റൊരാത്ത് കയറ്റിയിട്ട് തത്തയെ കൊന്നാലും നിങ്ങൾ 15 കൊല്ലം ജയിലിൽ കിടക്കണം. അപ്പൊ അതുകൊണ്ട് അത് മാറ്റിയതാരാ? വയനാട്ടിലൂടെ ചുരത്തിലൂടെ യാത്രയുണ്ടായിരുന്നു. അത് തടഞ്ഞതാരാ? ജയറാം രമേശ. അദ്ദേഹം ചെയ്ത്. അപ്പൊ ചില വ്യക്തികൾ ഇതുമായി പരിസ്ഥിതിയുമായി ബന്ധമുള്ള ആളുകൾ ഭരണത്തിൽ വരുമ്പോൾ അവർ ജനങ്ങളെ മറക്കുന്നു. അല്ല, മേനകാഗാന്ധി ഒന്നുമല്ല. അന്ന് മന്ത്രി ആരാ? ആ ജയറാം രമേശ. ഈ ഷെഡ്യൂൾ മാറ്റിയപ്പോ ആരമന്ത്രി? ജയറാം രമേശ. ഇതൊക്കെ ഞാൻ മന്ത്രിയായിരുന്നു, എനിക്കറിഞ്ഞൂടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനങ്ങളെ പരിഗണിക്കണം. ഇതൊരു ഉദ്യോഗസ്ഥനാണോ പാർലമെന്റിൽ പോകുന്നത്? അല്ലല്ലോ, അസംബ്ലി അല്ല. പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോ കേന്ദ്രം കൊണ്ടുവരുമ്പോ അവര് വനങ്ങായിരിക്കും. ഇവിടെ പുലിയെ കഴിഞ്ഞ ദിവസം സിംഹം ഒരു കടുവ വന്നൊരു പാവപ്പെട്ട സ്ത്രീയെ പിടിച്ചു തിന്ന്. അപ്പൊ എന്താ പറയുന്നത്? കേരളം പതിവ് പോലെ, മേനകാഗാന്ധി പറഞ്ഞ കേരളം പതിവ് പോലെ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. അത് ചത്തു കിടന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തലവേനയില്ല. പരിഹാരം ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല. കാട്ടിന്റെ ഉള്ളിൽ പരമാവധി വെള്ളം നിർത്തുക, അവിടെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇതിനെ അങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇവിടെ കിട്ടുന്നതിനേക്കാൾ നല്ല ഫുഡും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കാട്ടിനകത്തോട്ടങ്ങ് മാറ്റിയാൽ മതി. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ സർക്കാർ പറഞ്ഞു. ഇവരുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, വനംവകുപ്പ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പായിട്ട് ആലോചിച്ചിട്ട് കൃഷി മന്ത്രിയും റവന്യൂ മന്ത്രിയും വനം മന്ത്രിയും കൂടി ചർച്ച ചെയ്ത് അത് തീരുമാനിക്കും.